ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്നത് സാറ്റർഡേ സൺഡേ അല്ല, ഞാൻ എടുക്കുന്നത് ഫ്രൈഡേ തന്നെയാണ്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം 11:30 ഞാൻ 2 ദിവസം ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് ലാപ്പില്ലാതെ ഇത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ മൊബൈലിലൂടെ ഒന്ന് അനാലിസ് ചെയ്യാനേ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു എൻട്രി എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്കയിട്ട് നമ്മൾ ലാപ്പിൽ വരച്ചിട്ടുണ്ടെങ്കിൽ എൻട്രി എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ അനാലിസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം ബാക്ക് ടെസ്റ്റ് ചെയ്യണം. അതിന് ലാപ്പ് വേണം, ഡ്രോയിങ് പക്കയിരിക്കണം. ഇതൊക്കെ കറക്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാപ്പ് വേണം. അതേപോലെ ഞാൻ ചില സമയത്ത് ലാപ്പിൽ ചെയ്യാറുണ്ട്, ചില സമയം വലിയ സ്ക്രീനിൽ 32 സ്ക്രീനിൽ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരിയും കൂടി നല്ല വ്യൂ പോയിൻ്റ് കിട്ടും. അപ്പോൾ നമ്മളൊരു പ്രൊഫഷണൽ ട്രേഡറാണ്, അപ്പോൾ ആ രീതിയിൽ തന്നെ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നൊരു അപ്ഡേഷൻ ആയിട്ടുള്ള വീഡിയോ ആണ് വീക്ക്ലി അനാലിസിസ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ വീഡിയോ ആയിരിക്കും സൺഡേ ഇപ്പം വരുന്നത്. പിന്നെ അതിന് ശേഷം നമുക്കൊരു ട്യൂസ്ഡേ ഒരു അപ്ഡേഷൻ വീഡിയോ കൂടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഗോൾഡ് നോക്കാം. ഈ മാസം പ്രൈസ് ഒരു ബിയറിഷിലാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. വീക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ബിയറിഷ് ക്യാൻഡിൽ നമുക്ക് കാണാം. പ്രൈസ് നല്ല രീതിയിൽ ബിയറിഷിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡേയിലേക്ക് വരാം. ഡേയിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ചാർട്ടുകൾ വരുന്നത്. ഡെയിലി വന്നു കഴിഞ്ഞാൽ പ്രൈസ് ഒരു ഡേയുടെ ഓർഡർ ഫ്ലോയിലാണ് പ്രൈസ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഓർഡർ ഫ്ലോ എന്നുള്ള റിയാക്ഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഈ ഒരു ക്യാൻഡിൽ വല്ല IFC ക്യാൻഡിലാണെങ്കിൽ നല്ല ബുള്ളിഷിലേക്ക് പോകേണ്ടത്. പക്ഷേ ഇതൊരു IFC ക്യാൻഡിലൊന്നുമല്ല, അതൊരു സിംഗിൾ ക്യാൻഡിലാകാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈ വീക്ക് ബ്രേക്കാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു വലിയ രീതിയിൽ അതായത് നല്ലൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. $100 റിയാക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് 4 ഹവറിലേക്ക് വരാം. 4 ഹവറിൽ വന്നു കഴിഞ്ഞാൽ പ്രൈസ് ബിയറിഷാണ്. ബിയറിഷ് ചേഞ്ച് ഓഫ് ക്യാരറ്റ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. നമുക്കെന്നാലും 4 ഹവറിൻ്റെ ഒരു പഴയ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്നാണ് കിട്ടി. ഈ ഓർഡർ ബ്ലോക്കിൽ നിന്ന് പ്രൈസ് നല്ലൊരു റിയാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. 4 ഹവറിൻ്റെ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് നമുക്ക് നല്ലൊരു റിയാക്ഷൻ തന്നു. അതിന് ശേഷം ഇവിടെ നിന്ന് നല്ലൊരു റിയാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു റിയാക്ഷനാണ് ഇപ്പോൾ നമ്മൾ ട്രേഡ് എടുക്കുക. അപ്പോൾ ഡേ ബുള്ളിഷാണ്, ഡേയുടെ ഒരു ഓർഡർ ഫ്ലോ ആണ്. അപ്പോൾ ഡേയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടാർഗറ്റ് നല്ല രീതിയിൽ റിയാക്ഷൻ തരികയാണെങ്കിൽ പ്രീവിയസ് ഹൈ വരെയാണ് പോകേണ്ടത്. മെയിൻ ടാർഗറ്റ് ഇതാണ്, പ്രീവിയസ് ഹൈ. ഇവിടം വരെ പ്രൈസ് പോകുമോ ഇല്ലേ എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പൊസിഷൻ നോക്കിയപ്പോൾ കിട്ടില്ല, പക്ഷേ പ്രൈസ് പോകാം. ചിലപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓർഡർ ഫ്ലോ എപ്പോഴും വാലിഡാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു ലോങ് ടൈം ബൈ തന്നെ നോക്കാം കേട്ടോ. അല്ലാതെ പ്രൈസ് ബിയറിഷിലാണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പ്രൈസ് ബുള്ളിഷിൽ തന്നെയാണ്, അത് നിങ്ങൾക്ക് ലോങ് ടൈം തന്നെ ബൈ നോക്കാം. 4 ഹവറിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഡേയുടെ ഇതിൽ നിന്ന് നമുക്കൊരു സിംഗിൾ ക്യാൻഡിലാണ് നമ്മൾ നോക്കുന്നത്. ഡേയുടെ ആ ഓർഡർ ഫ്ലോയിൽ നിന്ന് ഇവിടെ നിന്ന് പ്രൈസ് കിട്ടി. നമുക്ക് ആദ്യം ഇവിടെ നിന്ന് ഒരു എൻട്രി കിട്ടിയായിരുന്നു 4 ഹവറിൻ്റെ OBയിൽ 50 മിനിറ്റിൽ നമുക്ക് സിംഗിൾ ക്യാൻഡിൽ നോക്കി ഏകദേശം ഇവിടം വരെ പ്രൈസ് മൂവ് ചെയ്ത് നല്ല എൻട്രി ആയിരുന്നു. എന്നാൽ നമുക്ക് ഡേയുടെ ഓർഡർ ഫ്ലോയുടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 4 ഹവറിൽ വന്നിട്ടൊരു സിംഗിൾ ക്യാൻഡിൽ കിട്ടി. പ്രീവിയസ് ഹൈ എടുക്കാതെയാണ് പ്രൈസ് ഇതിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാനിത് റിയാക്റ്റീവ് എന്ന് മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞത്. നമുക്കൊരു എന്താണ് ഈ റിയാക്ഷൻ നമുക്ക് ട്രേഡ് എടുക്കാം. റിയാക്ഷൻ എങ്ങനെ ട്രേഡ് എടുക്കും? വല്ല 50 മിനിറ്റിൽ സിംഗിൾ ക്യാൻഡിലോ കാര്യങ്ങളോ കിട്ടണമെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. നമുക്ക് 1 ഹവറിൽ എന്താണെന്ന് നോക്കാം. 1 ഹവറിലും പ്രൈസ് ബിയറിഷാണ്. പക്ഷേ 1 ഹവറിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു റിയാക്ഷൻ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞത് 1 ഹവറിൻ്റെ ഓർഡർ ഫ്ലോ നല്ല രീതിയിൽ റിയാക്ട് ചെയ്താണ് പ്രൈസ് താഴേക്ക് വന്നത്. ആകെ ഇവിടെ 1 ഹവറിൻ്റെ ഒരു ഓർഡർ ഫ്ലോ ഉണ്ടായിരുന്നു, അത് ഫെയിലായി. 1 ഹവറിൻ്റെ ഡിസിഷൻ OB ഫെയിലായി. പക്ഷേ 1 ഹവറിൻ്റെ ഓർഡർ ഫ്ലോയിൽ നിന്നാണ് പ്രൈസ് പോയത്. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 ഹവറിൽ തന്നെ ഇവിടെ ഒരു സിംഗിൾ ക്യാൻഡിലുണ്ട്, നല്ല റിയാക്ഷൻ ആയിരുന്നു. നമുക്ക് ഈ ഒരു 4 ഹവറിൻ്റെ സിംഗിൾ ക്യാൻഡിലേക്ക് ടാർഗറ്റ് ചെയ്യായിരുന്നു, നല്ല ട്രേഡായിരുന്നു. അപ്പോൾ ഈ ഒരു ബൈയും ഈ ഒരു സെല്ലും നമുക്ക് നല്ല രീതിയിൽ എടുക്കാവുന്നതായിരുന്നു. വളരെ സിമ്പിൾ എൻട്രീസ് ആണെന്നേ പറയുള്ളൂ, ഒരു ടഫൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് ഗോൾഡിൽ എടുക്കാൻ പറ്റുന്ന എൻട്രികളാണ്. അപ്പോൾ നമുക്ക് നേരെ 50 മിനിറ്റിലേക്ക് വരാം. 50 മിനിറ്റിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ പ്രൈസ് ബുള്ളിഷാണ്. അതിൻ്റെ ഡിസിഷൻ OB ഫെയിൽ ആയിട്ടുണ്ട്. 50 മിനിറ്റിൻ്റെ എക്സ്ട്രീം OB ഉണ്ട്. നിങ്ങൾക്ക് എങ്ങാനും ഫ്രൈഡേ അല്ല മൺഡേ ഒക്കെ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഫ്രൈഡേ മാർക്കറ്റിൻ്റെ വാച്ച് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഇവിടെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബൈയൊക്കെ ധൈര്യമായിട്ട് എടുക്കാം. പ്രീവിയസ് ഹൈക്കൊക്കെ തന്നെ ഫസ്റ്റ് ടാർഗറ്റ് ഒക്കെ ചിലപ്പോൾ ഇതിൽ നിന്ന് തന്നെ പ്രൈസ് കയറി പോവുകയും ചെയ്യും. അപ്പോൾ ഒരു 50% ഒക്കെ എടുത്തിട്ട് ലോങ് ടൈം ഹോൾഡ് ചെയ്യാനും വേണ്ടി നോക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു 4 ഹവറിൻ്റെ സിംഗിൾ ക്യാൻഡിൽ ഞാൻ പറഞ്ഞില്ല, ഡേയുടെ ഓർഡർ ബ്ലോക്കിൽ 4 ഹവറിൽ അവിടെ നമുക്ക് 50 മിനിറ്റ് നോക്കിക്കഴിയുമ്പോൾ ഇവിടെ ഒരു സിംഗിൾ ക്യാൻഡിൽ ഉണ്ട്. ഇത് 2 ഇൻസൈഡാണ്. ഇവിടെ ബോഡി ബ്രേക്ക് ഉണ്ട്, ഇവിടെ നിന്ന് എൻട്രി. പ്രീവിയസ് ഹൈ എന്ന് പറഞ്ഞാൽ ഇതാണ്. പക്ഷേ പ്രൈസ് വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും തരുന്നില്ല. ഏകദേശം പ്രൈസ് ഒരു 1:1 എന്നൊക്കെ ഇപ്പോൾ റിസ്ക് റിവാർഡ് നോക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ 1:1 എന്നുള്ള രീതിയിലേക്കാണ് പ്രൈസ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ പ്രോഫിറ്റ് എടുത്ത് ട്രേഡ് നിൽക്കണമെങ്കിൽ പ്രോഫിറ്റ് എടുത്ത് മാറുന്നത് തന്നെയാണ് ബെറ്റർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇനി വരുന്ന എൻട്രികൾ ഡേയുടെ ഓർഡർ ബ്ലോക്ക് ഉണ്ട്, അവിടെ വരികയാണെങ്കിൽ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടി നിൽക്കുന്ന എൻട്രി തന്നെ വേണമെങ്കിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് ബുള്ളിഷിലേക്കാണ് മൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ പോകാം. അല്ലെങ്കിൽ സെൽ എൻട്രി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇപ്പോൾ മെയിനായിട്ട് ഓർഡർ ഫ്ലോയൊക്കെയാണ്. ഇവിടെ ഇഷ്ടംപോലെ ഓർഡർ ഫ്ലോ റിയാക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഓർഡർ ഫ്ലോ ഫെയിൽ ആയത്. അതും പറഞ്ഞ് ഐഡിയം എടുത്തതിന് ശേഷം വരുന്ന ഓർഡർ ഫ്ലോ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഡർ ഫ്ലോയാണ്. അത് ഐഡിയം എടുക്കാതെ വരുന്ന ഓർഡർ ഫ്ലോയിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ഫ്ലോയാണ്
ഈ ഐഡിയം എടുത്തതിന് ശേഷമുള്ള ഓർഡർ ഫ്ലോ അത് പ്രീവിയസ് ലോ വരെ മേജർ ലോ വരെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉള്ളതാണ്. അപ്പോൾ ഇങ്ങോട്ടും പ്രൈസ് പോകാനുള്ള സാധ്യതയുണ്ട്. രണ്ട് സൈഡിലേക്കും കിട്ടുന്ന എൻട്രികൾ എടുക്കുക, ഹോൾഡ് ചെയ്യുക. ബൈയിലേക്ക് നിങ്ങൾക്ക് ഈ ഡേയിൽ നിന്നും ഇപ്പോൾ നിൽക്കുന്ന ഈ പൊസിഷനിൽ നിന്ന് പ്രൈസ് മൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ ട്രേഡ് എവിടെ നിന്നെങ്കിലൊക്കെ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഡേയുടെയൊക്കെ ഓർഡർ ബ്ലോക്കിൽ എങ്ങാനും മൺഡേ ട്യൂസ്ഡേയിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ലോങ് ടൈം ബൈ തന്നെ. അല്ലാത്ത നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്ന പി ഒയിലൊക്കെ ഒരു പ്രീവിയസ് ഹൈ ഒക്കെ തന്നെ ഫസ്റ്റ് പ്രോഫിറ്റ് എടുത്ത് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമുക്ക് അതേപോലെ ബ്രിട്ടീഷ് പൗണ്ടിലാണെങ്കിലും നല്ല എൻട്രി കിട്ടിയ ആഴ്ചയായിരുന്നു. ഞാൻ അധികം എൻട്രി ഒന്നും ബ്രിട്ടീഷ് പൗണ്ടിൽ എടുക്കാറില്ല. ഇപ്പോൾ ഗോൾഡിലും അധികം രണ്ടിലും എടുക്കുന്നതുകൊണ്ട് ആവശ്യത്തിനുള്ള ട്രേഡ്സ് നമുക്ക് രണ്ടിൽ നിന്നും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ പ്രീവിയസ് ഡേയുടെ ഇന്ന് മോർണിംഗ് പ്രീവിയസ് ഡേയുടെ ഹൈ എടുത്ത സമയത്ത് നമ്മളൊരു സെല്ല് നോക്കിയായിരുന്നു, അത് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അതേപോലെ ഓൾറെഡി നമ്മളൊരു 1 അവറിൻ്റെ സ്ട്രക്ചറിൽ നിന്ന് നമ്മളൊരു സെല്ല് നോക്കിയായിരുന്നു, അതിപ്പോഴും മൂവിങ് ആണ്. ഇതാണ് നമ്മുടെ ആ 1 അവറിൻ്റെ സ്ട്രക്ചറിൽ ഇന്ന് പ്രീവിയസ് ഡേയുടെ ഹൈ എടുത്തപ്പോഴുള്ള ട്രേഡ്. ഇത് നമ്മൾ മൺഡേ തന്നെ എടുത്ത ട്രേഡാണ്, ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നിട്ട്. അപ്പോൾ 2 ലോങ് ടൈം ഈ ട്രേഡ് ഫുൾ ടി പി അടിച്ചു. ഇതിപ്പോൾ റണ്ണിങ് ആണ്, ഇതും ടി പി അടിച്ചു കഴിഞ്ഞു. അപ്പോൾ 2 ട്രേഡ് ഓൾറെഡി ഫുൾ ടി പി അടിച്ചു പറഞ്ഞു. ഇപ്പോൾ 50% മൂവ് ചെയ്ത് റണ്ണിങ്ങിൽ നിൽക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 സൈഡിലേക്കുള്ള സാധ്യതകൾ യൂസ് ചെയ്യുക, എനിക്ക് ഇതിൽ അതേ പറയാനുള്ളൂ. പക്ഷേ ഈ ഒരു മൂവ്മെൻറ്റ്സ് ക്യാച്ച് ചെയ്യുമ്പോഴത്തേക്കും പരമാവധി സെല്ല് കിട്ടുന്നതൊക്കെ പരമാവധി യൂസ് ചെയ്യുക. ഞാൻ ഇവിടം വെച്ച് ക്ലോസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും വേണമെങ്കിൽ മൺഡേ കറൻസിയാണ്, മൺഡേ വേണമെങ്കിൽ ഈ ഹൈ എടുത്തിട്ട് വീണ്ടും തിരിച്ചു പോകും. അപ്പോൾ ഇത് ഹോൾഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇതും കറക്റ്റായിട്ടുള്ള രീതിയിൽ പ്രോഫിറ്റ് എടുത്ത് പോകുക. കിട്ടുന്ന സെല്ലും പരമാവധി യൂസ് ചെയ്യുക, ബൈയും നല്ല രീതിയിൽ യൂസ് ചെയ്ത് മുന്നോട്ട് പോകുക. ബാക്കിയുള്ളതൊക്കെ ഞാൻ ട്യൂസ്ഡേയുള്ള അപ്ഡേഷൻ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.